എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഈ കൊപ്പക്കായ കൊണ്ട് ഒരു കിടക്കാച്ചി ഐറ്റം ഉണ്ടാക്കാം കേട്ടോ. ഇതുവരെ ആരും പരീക്ഷിച്ച് നോക്കിയിട്ടില്ലാത്ത ഒരു ഐറ്റമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. ഒരു കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. അതിലേക്കിതേ ഒരു 3 പോറ്റ് വെളുത്തുള്ളി ചതച്ചെടുത്താണ് അതിടാം. ഇതൊരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചാണ്, അതും കൂടി ഇടാം. ഇതിലേക്ക് സ്വല്പം മഞ്ഞൾപ്പൊടി ഇടാം, കുറച്ച് മുളക് പൊടി ഇടാം. ഇതിലേക്ക് എരിവിന് ആവശ്യമുള്ള മുളക് പൊടി ഇടാം. ഒരു പച്ചമുളകൊന്നും ചെറുതായിട്ട് അരിഞ്ഞിടാം. പച്ചമുളക് അരിഞ്ഞതാണ് അതിടാം. ഇതിലേക്ക് സ്വല്പം കായംപൊടി ഇടാം. ഇനി ഇതിലേക്ക് ഒരു 1/2 സ്പൂൺ അരിപ്പൊടി ഇടാം. കോൺഫ്ലോർ ഉണ്ടെങ്കിൽ കോൺഫ്ലോർ ഇട്ടാൽ മതി. അരിപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പിടാം. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇതിൽ പാകത്തിന് വെള്ളമൊഴിച്ച് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് വെള്ളമൊഴിച്ച് മിക്സ് ചെയ്താൽ മതി, അല്ലെങ്കിൽ വെള്ളം കൂടും. സ്വല്പം കൂടി വെള്ളം ഒഴിക്കാം. മാവിൽ ഉപ്പും മുളകൊക്കെ നോക്കാം കേട്ടോ. പോരാത്ത ഇട്ട് കൊടുക്കാം. ഇതൊരു കഷ്ണം കോപ്പുകായ തൊലിയെത്തിയതിന് ശേഷം നല്ലപോലെ കഴുകി മുറിച്ച് വെച്ചിട്ടുള്ളതാണ്. ഇനി ഇത് ഒന്നും കൂടി ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കണം. ഈ ചാനലിൽ ഞാനൊരു അടിപൊളി ചിക്കൻ അച്ചാറിൻ്റെ റെസിപ്പി ഇട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അതൊന്ന് കണ്ടോളൂ കേട്ടോ എല്ലാവരും. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. കറക്കി മുറിക്കുന്ന പോലെ ഇതുപോലെയുള്ള ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. ഈ മുറിച്ചെടുത്ത കൊപ്പക്കായ ഈ മാവിലിടാം. കൊപ്പക്കായ മുഴുവൻ ഇതിലിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില മുറിച്ചിടാം. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇതൊന്ന് വറുത്തെടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇനി തീ കുറച്ച് വയ്ക്കാം കേട്ടോ. കോരി കഴിയുമ്പോൾ തീ കൂട്ടി വെച്ചിട്ട് വേണം ഇടാനായിട്ട്. തീ വല്ലാണ്ട് കുറയ്ക്കരുത് കേട്ടോ, ഒരു മീഡിയത്തിൽ വെച്ചാൽ മതി. മുറിച്ചിടാം. കട്ടയിരിക്കുന്ന ഒന്ന് തട്ടിയാൽ ഇത് വിടർന്ന് പോകുന്നുള്ളൂ. അരിപ്പൊടിയോ കോൺഫ്ലവറോ ഇട്ടാൽ അങ്ങനെ വിട്ടു പോരും, അങ്ങനെ ഒട്ടിയിരിക്കില്ല. ഇത് പോരാ.
എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു. ഇതിങ്ങനെ പൊട്ടിച്ച് വിട്ട് വിട്ട് പോരും. കുറേയൊക്കെ ഇങ്ങനെ വിട്ടുപോരും.